പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ചൊവ്വാഴ്ച ദിനത്തിലെ വിശുദ്ധ അന്തോണിസിന്റെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിലെ വ്യക്തിജീവിതങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന്. പ്രത്യേകിച്ച് അന്തോണിസിന്റെ ഒരു വലിയൊരു കാര്യമായിരുന്നല്ലോ അല്ലെ, ബൈബിള് വചനത്തോടൊരു ഭയങ്കരമായ ഒരു സ്നേഹവും അടുപ്പൊക്കെ അന്തോണിസിനുണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കിയേ. ചൊവ്വാഴ്ചയായി നോക്കിയ അടുത്ത നമ്മുടെ വൈദികരുടെ വാർഷിക ധ്യാനം, ഒന്നാമത്തെ ബാച്ചിന്റെ വാർഷിക ധ്യാനം ഇപ്പോൾ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലാണ്. തൃശ്ശൂർ അതിരൂപതയിലെ വൈദികരുടെ വാർഷിക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചു. ബഹുമാനപ്പെട്ട റോയ് പാലാട്ടി അച്ഛനാണ് ധ്യാനഗുരു. ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം, അച്ഛനും ആ ഗ്രൂപ്പിലുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിക്കും അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ മേഖലയാണ്. അത് ജോബിന്റെ പുസ്തകം 42:10. അവിടെ വചനം പറയാണ്, ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. എന്നിട്ട് പറയാണ്, അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രിയ സഹോദരൻ, അതിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും. അച്ഛൻ്റെ ഞാൻ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയ മക്കളോട് പറയുന്ന ഒരു പ്രധാനമായ കാര്യമാണ് മധ്യസ്ഥം പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛ, ഞങ്ങൾക്ക് സ്വപ്നം പോലും ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ, യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അതിൻ്റെയൊക്കെ ഞാപ്പം പറയാറുണ്ട്. അതാണ് ജോബ് 42:10 പറയുന്നത്. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്നെല്ലാം തിരികെ കൊടുത്തു, അവനത് ഇരട്ടിയായി കൊടുത്തു എന്നാണ് വചനം പറയുന്നത്. നിങ്ങളെ ശ്രദ്ധിച്ചു സഹോദരങ്ങൾ, സമ്പൂർണ്ണ ജപമാനം കരുണക്കൊണ്ടൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അതായത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവശക്തി പ്രകടമാകും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മകനെ അനുഗ്രഹിക്കണേ, നമ്മുടെ കുടുംബത്തിൻ്റെ സർക്കിളൊന്ന് മാറ്റി പ്രാർത്ഥിക്കുക. പിന്നെ നോക്കിയേ, നമ്മുടെ സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ രാവിലെ 10 മണി തുടങ്ങി നമുക്ക് 2:30 വരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. നിങ്ങളെ ശരിക്കും യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ നമുക്ക് വന്നവിടെ പ്രാർത്ഥിക്കുന്ന വലിയൊരു അഭിഷേകം കർത്താവ് അതിലൂടെ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.